ആൾക്കാർക്ക് പൊതുവേ ഒരു ലെവൽ ഓഫ് എംബാരസ്മെന്റ് അല്ലെങ്കിൽ ഒരു നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷൻസ് ആണ് പൈൽസ്, ഫിസ്റ്റുല. നമുക്ക് ഈ റോഡിലൊക്കെ പോകുമ്പോൾ പോസ്റ്റുമൊക്കെ നമുക്ക് പോസ്റ്ററൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കാണാൻ പറ്റാറുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് പൊതുവേ ഒരു നാണക്കേടിന് ഇടയാക്കാവുന്ന കണ്ടീഷൻസ് ആണ്, പ്രത്യേകിച്ച് പൈൽസ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എങ്ങനെയാണ് ഈ പൈൽസ്, എങ്ങനെയാണ് അത് ഉണ്ടാവുന്നത്? ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ആണോ, അല്ലെങ്കിൽ നമുക്കത് എത്രത്തോളം ലെവലിൽ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഇത് പൈൽസ് ആണ് എന്നുള്ളത്? നാണക്കേട് ഉണ്ടാവുന്നതെന്നല്ല അതിൻ്റെ ഒരു വാക്ക്. ഇത് മറ്റുള്ളവരോട് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു നാണക്കേട് എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാല് നമുക്ക് ഇങ്ങനൊരു പണ്ട് മുതലേ ഓരോ സിനിമയിലൊക്കെ നമുക്ക് കാണാറില്ലേ? നിനക്ക് എന്തിന്റെ അസുഖാ? ഇതിന്റെ അസുഖാണോ എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ബേസിക്കലി ഇതൊരു എംബാരസ്മെന്റ് അല്ല. ഇത് പേഷ്യന്റിന്റെ ഒരു ലൈഫ് സ്റ്റൈലിനെ തന്നെ മാറ്റുന്ന ഒരു കണ്ടീഷനായിട്ട് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പേഷ്യൻസുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. അവരുടെ ഒരു ലൈഫിന്റെ ഒരു ക്വാളിറ്റീനെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. അതൊരു മനുഷ്യന് ഇരിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നതെന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം എന്ന് പറയുന്ന എല്ലാവരും കുറേ ഇരുത്തമുള്ള ജോലികളല്ലേ. ഏത് ജോലിയിലാണെങ്കിലും ഒരു ഇരിക്കുന്നതിൻ്റെ ഒരു നമുക്ക് ഇരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റാതെ ഇരിക്കുക, അതൊരു വലിയൊരു എംബാരസ്മെന്റ് സ്വന്തമായിട്ടുണ്ട്. പെയിൻഫുൾ കണ്ടീഷനുണ്ട്. ഇപ്പോൾ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത് ഹെമറോയിഡ്സ് മാത്രമല്ല, പ്രൊക്ടോളജി എല്ലാ ഇഷ്യൂസും, ഇപ്പം ഹെമറോയിഡ്സ് ആയിക്കോട്ടെ, ഫിഷർ ആയിക്കോട്ടെ, ഫിസ്റ്റുല ആയിക്കോട്ടെ, ഈവൻ പൈലോനൈഡൽ സൈനസ് എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷനും കൂടിയുണ്ട്. ഈ 4 കണ്ടീഷൻസിലും നമുക്ക് ഇരിക്കുക എന്നുള്ളത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സോയിലിങ്. ഇപ്പം ഒരു ബ്ലീഡിങ് ആവാം, ഇല്ലെങ്കിൽ ഒരു സോയിലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പഴുപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവാം, ഇല്ലെങ്കിൽ സ്റ്റൂളിൻ്റെ അംശങ്ങൾ നമ്മുടെ അടിവസ്ത്രത്തിൽ വരുന്നത്. അതൊക്കെ ഒരു എംബാരസ്മെൻറ്റിൻ്റെ ഭാഗമാണ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ വരുന്ന ഒരു കണ്ടീഷനാണ് ഈ പ്രൊക്ടോളജിക്കൽ ഡിസീസസ് എന്ന് പറയുന്നത്. ഇതിന് ഓരോ കണ്ടീഷൻസിന് ഓരോ ലക്ഷണങ്ങളാണ് ഇതിൻ്റെ. ഇപ്പം ഓരോന്ന് എടുത്ത് പറയാനാണെങ്കിൽ, ഇപ്പോൾ പൈൽസിനാണെങ്കിൽ പെയിൻലെസ് ബ്ലീഡിംഗ് ആണ്, എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു എപ്പോഴും ഒരു സ്റ്റൂള് പാസ് ചെയ്യുമ്പം ഒരു ഒരു മുറുക്കം, ഒരു എരിച്ചിൽ പോലെ, ഇല്ലെങ്കിൽ ഒരു ഇൻകംപ്ലീറ്റ് ഇവാക്യുവേഷൻ, അതായത് പോയാലും ഒരു തൃപ്തിയില്ല, ഇനിയും പോകണം എന്നുള്ളൊരു തോന്നൽ, തൃപ്തിയില്ലായ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണത്. ഇതാണ് ഇതിൻ്റെ ഒരു പൈൽസിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജസ്. ഇനീഷ്യൽ എന്ന് പറയാനില്ല, ത്രൂ ഔട്ട് ഉണ്ടാവാം, തുടക്കം മുതൽ തന്നെ ഉണ്ടാവാം. അപ്പം അതിൻ്റെ സ്റ്റേജസ് മാറും തോറും ബ്ലീഡിങ്ങിൻ്റെ തോത് കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോഴാണ് ഈ പൈൽസ് എന്ന് പറഞ്ഞ സാധനം പുറത്തേക്ക് തള്ളി വന്ന് നമുക്ക് എല്ലാം പുറത്തേക്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ. ഈ മൂലഗുരു എന്നുള്ള വാക്ക് എന്നുള്ള ഒരു സംഭവം പുറത്തേക്ക് വരുന്നത് അപ്പോഴായിരിക്കും. അതെ അതെ അതെ. അപ്പോൾ ഈ മൂലക്കുരു എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനെയാണ്. നമ്മൾ മലദ്വാരത്തിന്റെ അവിടെ ഒരു കുരുക്കൾ പോലെ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അത് ശരിക്കും പറയുകയാണെങ്കിൽ രക്തക്കുഴലുകളാണ്. രക്തക്കുഴലുകളുടെ ഓരോ സ്റ്റേജസ് ആണ് അത്. നമ്മളിങ്ങനെ നമ്മുടെ മൂക്കിൽ ദശ വളരുക എന്നൊക്കെ പറയില്ലേ, ഏകദേശം അതേപോലെ തന്നെ നമ്മുടെ മ്യൂക്കോസ എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഒരു ലെയർ ഉണ്ട്. ആ ലെയർ തടിച്ചു വരുന്നതിൻ്റെയാണ്. അത് നമ്മൾ സ്ട്രെയിൻ ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ അതിൻ്റെ ഇൻഫ്ലമേഷനും ഉണ്ടാവാം അതിൻ്റെ കൂടെ തന്നെ. പക്ഷെ ആ മ്യൂക്കോസൽ ബൾജിനെയാണ് നമ്മൾ ഈ ആക്ച്വലി ഹെമറോയിഡ് എന്ന് പറയുന്നത്. ഈ രക്തക്കുഴലിന് ചുറ്റും ഉണ്ടാവുന്ന മ്യൂക്കോസ തടിച്ച് രക്തക്കുഴലുകൾ രണ്ടും കൂടി ഒരുമിച്ച് വരുന്നതിനാണ് ഈ കുരുക്കൾ എന്ന് പറയാം. അപ്പോൾ ഈ രക്തക്കുഴൽ പൊട്ടിയിട്ടാണ് പിന്നെ ഈ രക്തസ്രാവം ഉണ്ടാവുന്നത്. അപ്പം അത് ഡിഫിക്കേഷൻ, അതായത് സ്റ്റൂൾ പാസ് ചെയ്യുമ്പം ഉണ്ടാവാം, അല്ലാണ്ട് തന്നെ ഉണ്ടാവാം. അപ്പം അതാണ് ഹെമറോയിഡ്സിൻ്റെ ഒരു കണ്ടീഷന്. പിന്നെ ഈ ഫിഷർ എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര ഒരു കോമൺ ആയിട്ടൊരു കണ്ടീഷൻ ഉണ്ട്. ദാറ്റ് ഈസ് ആക്ച്വലി ഒരു ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. അതായത് നമ്മുടെ മലദ്വാരത്തിനൊരു റബ്ബർ ബാൻഡ് പോലെ ഇരിക്കുന്ന ഒരു മസിലാണ് നമ്മുടെ മലദ്വാരത്തിൻ്റെ ഉള്ളിലുള്ളത്. അതിന് ഇന്റേണൽ സ്വിങ്ക്ടർ എന്നാ പറയാം. നമ്മുടെ ഒരു കൺട്രോളിങ് സിസ്റ്റമൊക്കെ അതിനകത്താണ്. അത് ഒരു ഇൻവോളണ്ടറി ആയിട്ടുള്ള ഒരു മസിലാണ്, നമുക്ക് തന്നെ അറിയില്ല, അതിങ്ങനെ ചുരുങ്ങിയിരിക്കും അത് നോർമലി. അപ്പം നമുക്കിപ്പം ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ഇത് മെല്ലെ റിലാക്സ് ചെയ്തിട്ട് മെല്ലെ മലം പോവുകയാണ് ഇതിൻ്റെ ഒരു ഫിസിയോളജി. ചില കാരണവശാൽ ഈ മസിൽസിൻ്റെ ഒരു സ്പാസം, അതായത് മസിൽ ഒരു ടൈറ്റ്നെസ്സിലേക്ക് പോകും. അത് ചിലപ്പോൾ മുറിവുണ്ടായതുകൊണ്ടാവാം. അപ്പോൾ ആ മുറിവിനെയാണ് നമ്മൾ ഈ ഫിഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഷർ വന്നു കഴിയുമ്പം ഈ മസിൽ ടൈറ്റ് ആവും. ഈ ടൈറ്റ് ആവുന്നതോട് തന്നെ പിന്നെ നെക്സ്റ്റ് ടൈം മലം പാസ് ചെയ്യുമ്പോൾ പിന്നെയും ഈ മുറിവ് ഒന്നും കൂടി വലുതാവും. വെച്ചാൽ ഈ ചെറിയ ദ്വാരത്തിൽ കൂടെ വേണ്ട പോകാൻ. അപ്പം ഇത് ശരിക്കും ഇരിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഇത് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകളിലാണ്. അപ്പം അവരുടെ കോൺസ്റ്റിപ്പേഷൻ സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ അത് ചിലത് തൈറോയിഡിൻ്റെ ഹോർമോണൽ ഒരു ബാലൻസിൻ്റെ. പിന്നെ പലരും ഈ സ്ത്രീകളുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ ചെറുപ്പം മുതലേ
പബ്ലിക് ടോയ്ലറ്റ്സ് യൂസ് ചെയ്യാൻ ഭയങ്കര മടിക്കുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ ദേ ഹോൾഡ് ഇറ്റ്. അപ്പോൾ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഭയങ്കരമായിട്ട് ഉണ്ടാവാം. പിന്നെ തേർഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അത് അവരുടെ ഡെലിവറിയുടെ സമയത്ത് ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഫിസിയോളജിക്കൽ പ്രോസസ്സായിട്ട്, അത് വെജൈനൽ ഓറിഫൈസും എനൽ ഓറിഫൈസും രണ്ടും ഏകദേശം ഒരേ അടുത്തടുത്താണല്ലോ. അപ്പോൾ ഇതിൽ വരുന്ന മുറിവുകൾ മലദ്വാരത്തിലേക്ക് വരാം. ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രഷറും ഇതേപോലെ മലബന്ധത്തിന് കാരണമായിട്ട് ഇതേപോലെ വരാം. അപ്പം പോസ്റ്റ്മോർട്ടം ഒരു ഫിഷർ ഇൻ നാനോ എന്ന് പറയുന്നത് ഭയങ്കര കോമൺ ആണ്. അതായത് പ്രസവം കഴിഞ്ഞിട്ടുണ്ടാവുന്ന ഈ ഒരു വിള്ളലുകൾ അത് ഭയങ്കര കോമൺ ആണ്. അപ്പോൾ അത് ഭയങ്കര ഒരു പെയിൻഫുൾ കണ്ടീഷനാണ്. എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ പ്രസവം കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് വന്നിരുന്ന് കരയും, സാറേ എനിക്ക് ഇനി പറ്റില്ല, എനിക്ക് ഒന്നുകിൽ ഇത് എന്തെങ്കിലും ചെയ്ത് തരാം വെച്ചാൽ ഇത് അത്രയൊരു ആഗണിയാണ് അവരുടെ മുഖത്തെ. അവർ അത്രയൊരു വേദനയിൽ അതെ, ഒന്നാമത് അവർക്ക് ഫീഡ് ചെയ്യാൻ ഇരിക്കാൻ പറ്റില്ല, പിന്നെ ടോയ്ലറ്റിൽ പോകുന്നത്, പിന്നെ ഈ പ്രസവം തന്നെ അവർക്കൊരു വലിയൊരു ഒരു ട്രോമയാണ്, ഒരു ചാലഞ്ചാണ് ആക്ച്വലി അല്ലേ. അപ്പം ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ഇതേ ലൂസ് ദെയർ കൺട്രോൾ. അവർക്ക് ആ ഒരു ലൈഫിനോട് തന്നെ മൊത്തത്തിലൊരു ഒരു വിരക്തി തോന്നുന്നത്. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇതേപോലെ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. വേറൊരു ഓപ്ഷനും ഇല്ല അതിന്, സർജിക്കൽ ഓപ്ഷൻ അല്ലാണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഫിസ്റ്റുല എന്ന് പറഞ്ഞ ഒരു അസുഖമാണ്. ഫിസ്റ്റുലയും ഈ പൈൽസും ഫിഷറിൻ്റെയും കണ്ടീഷൻസിന് ടോട്ടലി വിപരീതമായിട്ടുള്ളതാണ് ഒരു ഫിസ്റ്റുല എന്ന് പറഞ്ഞുള്ളൊരു സാധനം. ഫിസ്റ്റുല എന്ന് പറയുന്ന ഒരു എന്താ പറയുക, ഒരു പഴുപ്പ് വരുന്ന ഒരു അവസ്ഥയാണ്. അത് സാധാരണ തുടങ്ങുന്നത് ഒരു ആപ്സസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ, ഒരു നമ്മുടെ മലദ്വാരത്തിൽ ആപ്സസിന്റെ ഫിസ്റ്റുലേന്റെ മുന്നോടിയായിട്ട് വരുന്നതാണ് ആപ്സസ്. അപ്പം നമ്മളിപ്പോൾ ഒരു മലദ്വാരത്തിന് ചുറ്റും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പഴുപ്പ് വരിക, അത് പൊട്ടുക, അത് കുറച്ച് കഴിയുമ്പോൾ 2-3 മാസം കഴിയുമ്പോൾ പിന്നെയും ആ പൊട്ടിയ ഭാഗത്തു നിന്ന് നീരൊലിക്കുക, ഇതേപോലെ പഴുപ്പ് വരിക. അപ്പോൾ അതിനൊരു ഫിസ്റ്റുല എന്നാണ് പറയുക. അതിനൊരു പുറമേ തൊലിപ്പുറമേ ഒരു ഓപ്പണിംഗ് ഉണ്ടാവും, മലദ്വാരത്തിൻ്റെ ഉള്ളിലൊരു ഓപ്പണിംഗ് ഉണ്ടാവും. അപ്പോൾ അതിനൊരു ടണൽ എന്നാണ് പറയുക അല്ലേ. ടണലിന് ഒരു തുരങ്കത്തിന് 2 ഓപ്പണിങ്ങും എക്സിറ്റും ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ തുരങ്കത്തിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം അടഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് പഴുപ്പ് വരികയും കാലക്രമേണ അത് വേറെ വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാനും സാധ്യതയുണ്ട്. സെയിം തന്നെയാണ് ഈ ഫിസ്റ്റുല എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ അത് ശരിക്ക് ബാക്കി ഇപ്പം പൈൽസിനും ഫിഷറിനൊക്കെ നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഫിസ്റ്റുലയ്ക്ക് അതില്ല. എന്തായാലും ഒരു സർജിക്കൽ ട്രീറ്റ്മെൻറ്റേ ഉള്ളൂ അതിന്. നമ്മൾ ഇപ്പം പല കണ്ടീഷൻസും നോക്കിയിട്ടുണ്ട് അതിന് ഗ്ലൂ വെച്ചിട്ട് അടയ്ക്കാനും പക്ഷെ അതൊക്കെ കുറച്ച് സക്സസ് റേറ്റ്സ് ഒക്കെ കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുകയാണ്, ഫിസ്റ്റുലയ്ക്ക് വേറൊരു മെഡിക്കൽ കണ്ടീഷൻ അല്ല, ഇറ്റ്സ് എ സർജിക്കൽ കണ്ടീഷൻ. അതേപോലെ തന്നെ പൈലോനാൻഡൽ സൈനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സർജിക്കൽ കണ്ടീഷൻ. അതെന്ന് പറയുന്നത് നമ്മുടെ ബട്ടക്സിൻ്റെ നടുക്കുണ്ടാവുന്ന ഒരു പഴുപ്പിനെയാണ് നമ്മൾ അതിനെ പൈലോനാൻഡൽ സൈനസ് എന്ന് പറയുന്നത്. അത് നോർമലി നമുക്കവിടെ ഇപ്പോൾ ഒരു ഹെയർ ഗ്രോത്ത് കൂടുതലുള്ള ആൾക്കാർക്കാണ് അത് കാണാറ്. അപ്പോൾ ഹെയർ ഈ അവിടെയുള്ള തൊലി എന്ന് പറയുന്നത് ഭയങ്കര നൈസ് സ്കിന്നാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി അത് അവിടെ ഇരുന്ന് പഴുത്ത് പിന്നെ പൊട്ടുന്ന ഒരവസ്ഥയാണ് പൈലോനാൻഡൽ ആപ്സസ് പിന്നെ സൈനസ് എന്ന് പറയുന്നത്. അപ്പം അതും ഈ പറഞ്ഞ പോലെ ഒരു സർജിക്കൽ കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കണ്ടീഷൻസ് പറഞ്ഞു. അപ്പോൾ അതിനൊരു സാർ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു ഇന്ന സിംറ്റം ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പൈൽസിന് പറയുകയാണെങ്കിൽ അത് ഇത്രയും എംബാരസ്മെൻറ്റിന് പുറമെ അത്ര സീരിയസ് ആയിട്ടുള്ളൊരു കണ്ടീഷനായിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഏത് സ്റ്റേജ് വരെ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വെച്ചിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും? ഏത് സ്റ്റേജിലാണ് നമുക്കൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സർജിക്കൽ ഓപ്ഷൻ നമ്മൾ നോക്കേണ്ടത് എപ്പോഴായിരിക്കും? അതെ, ഇപ്പം നോർമലി നമ്മൾ മെഡിക്കൽ കണ്ടീഷൻസിൽ പറയുകയാണെങ്കിൽ ഒരു 4 സ്റ്റേജസ് ആണ് ഇതിന് പൈൽസിനുള്ളത്. അത് നമ്മളൊരു സ്കോപ്പി ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ ഒരു ഗ്രേഡ് 1 എന്ന് പറയുന്നത് അങ്ങനെ ഒരു ചെറിയൊരു തടിപ്പ് മാത്രം കാണുന്ന ഒരു അവസ്ഥയാണ്. അതിനകത്ത് അങ്ങനെ ബ്ലീഡിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. സെക്കൻഡ് സ്റ്റേജ് കുറച്ചും കൂടി തടിപ്പ് കൂടും, നമുക്ക് വിസിബിളി നമുക്ക് കാണാൻ പറ്റും സ്കോപ്പിലൂടെ തന്നെ. അതിൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവാം. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഈ മൂലക്കുരു എന്ന് പറഞ്ഞത് പുറത്തേക്ക് തള്ളി വന്ന് നമുക്ക് ഉള്ളോട്ട് അതിനെ പുഷ് ചെയ്ത് വെക്കാം. പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളോട്ട് ഇങ്ങനെ കയറിപ്പോകും. 4ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മൂലക്കുരു എല്ലാം പുറത്തേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ. അത് നമ്മൾ എത്ര പുഷ് ചെയ്യാൻ നോക്കിയാലും അത് ഉള്ളോട്ട് പോകില്ല, അത് പുറമേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും, പുറമേ തന്നെ ആയിരിക്കും അത്. അപ്പം ഇതിനെല്ലാത്തിനും ഓരോരോ സ്റ്റേജ്, ഓരോരോ ലക്ഷണങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ഗ്രേഡ് 1 നമുക്ക് ചിലപ്പം ഈ ഇറിറ്റേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ.
എന്താ പറയുക, ഒരു ഇൻകംപ്ലീറ്റ് ഇവാക്യുവേഷൻ, അല്ലെങ്കിൽ ഒരു ടൈറ്റ്നസ് പോലെ ഒരു ഇറിറ്റേഷൻ, ചിലപ്പം ബ്ലീഡിങ് ഉണ്ടാവാം. അതിനൊക്കെ നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇരിക്കുന്നത് കുറച്ച് ഒഴിവാക്കി, ഒഴിവാക്കുക എന്നല്ല, ഇരിക്കുന്നത് ഫുൾ ടൈം ഇങ്ങനെ ഇരിക്കുന്നത്, ഒറ്റ സ്ട്രെച്ച് തന്നെ മോഡിഫൈ ഇരിക്കുന്നത്. ചെയ്തിട്ട് അതെ അതെ. സിറ്റിംഗ് ബിഹേവിയർ. കുറച്ച് നടന്ന് നമ്മുടെ ഗ്ലൂട്ടിയൽ മസിൽസ് ഒക്കെ ഒന്ന് റിലാക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറേയൊക്കെ ഒരു വ്യത്യാസം വരും. ഡയറ്റ് മോഡിഫിക്കേഷൻ, അതേപോലെ നമ്മൾ കുറേ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഡയറ്റ്, അതായത് കുറേ ഇപ്പം നമ്മൾ നാടൻ ഭക്ഷണങ്ങൾ കഴിക്കുക, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പിന്നെ അതേപോലെ ചോറാണെങ്കിൽ മട്ടയരിയുടെ ചോറ്, തവിടുള്ള അരി, പിന്നെ ഉഴുന്നിൻ്റെ പദാർത്ഥങ്ങൾ, ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ മൾട്ടിഗ്രെയിൻ ചപ്പാത്തി, ഓട്സ്, റോൾഡ് ഓട്സ്, പിന്നെ ഇതേപോലെ ഡ്രൈ ഫ്രൂട്ട്സിൽ നമുക്ക് റിച്ച് ആയിട്ടുള്ള ഫൈബർ റിച്ച് എന്ന് പറയുന്നത് നമുക്ക് ഫിഗ് ഉണ്ട്, ഡ്രൈഡ് ഫിഗ്, പ്രൂൺസ്, പ്ലം ഉണങ്ങിയത്, പിന്നെ ഡ്രൈഡ് റേസിൻസ്, ബ്ലാക്ക് റേസിൻ വിത്ത് സീഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഇത് എന്നും കഴിക്കണം എന്നല്ല, ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതേപോലെ ഇപ്പോൾ നമ്മൾ ഇപ്പം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമ്മൾ തൊലിയോട് കൂടി കഴിക്കാൻ ശ്രമിക്കുക. അതായത് ആപ്പിളൊക്കെ നമ്മൾ ഇപ്പം വരുന്ന ആപ്പിളൊക്കെ വാക്സ് ചെയ്തെന്നൊക്കെ പറയുന്നതാണ്, പക്ഷെ അതൊക്കെ കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ട് ആ തൊലിയിലാണ് ശരിക്കും ആ ഫൈബർ ഉള്ളത്. മറ്റേന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു എന്താ പറയുക, ഒരു പഴുപ്പ് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ പേരക്ക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ തൊലി കട്ട് ചെയ്യാതെ, പിന്നെ അങ്ങനത്തെ ഫ്രൂട്ട്സ് നന്നായിട്ട് കഴിക്കുക. വെജിറ്റബിൾസ് എല്ലാ വെജിറ്റബിൾസും കഴിക്കുക. ഈ പറഞ്ഞ പോലെ വെജിറ്റബിൾസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഭൂമിക്ക് അടിയിൽ വളരുന്ന സാധനമല്ല, ഇലക്കറികൾ, ഇതേപോലെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ട്യൂബറിൽ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലാണ്, അപ്പം അത് കുറച്ചും കൂടി എന്താ പറയുക നല്ലതാണ്. പക്ഷേ എനിവേ മറ്റേ ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബുദ്ധിമുട്ടുകളുണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് ഒരു ഗ്രേഡ് 1-നും 2-നും മാക്സിമം നമുക്ക് ചെയ്യാം. പിന്നെ ചിലർ പറയും എനിക്ക് എന്തായാലും 2 എനിക്ക് സെക്കൻഡ് ഗ്രേഡ് ആണെന്ന് പറയുന്നവർക്കൊക്കെ ഞാൻ ചില സമയത്ത് അവർക്ക് ഇപ്പം ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്നവർ ചിലപ്പം അവർക്ക് ചിലപ്പോൾ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു 10 ഡേയ്സും 15 ഡേയ്സ് ഒക്കെ ആയിരിക്കും ലീവ് ഉണ്ടാവുക. അപ്പോൾ അവർ പറയും സാർ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് മെഡിക്കേഷൻസ് എടുക്കാനോ അതോ ഡോക്ടറെ കാണാനോ പറ്റാത്തൊരവസ്ഥയായിരിക്കും. അപ്പം അങ്ങനത്തെവർക്കൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു സർജിക്കൽ ഓപ്ഷനാണ് ചെയ്തു കൊടുക്കുക. ബിക്കോസ് ഇതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്.